മേജർ ആർച്ച് ബിഷപ്പിന് ആലോചന കൊടുക്കുന്ന സമിതിയെ വിളിക്കുന്ന പേരാണ് സഭായോഗം. പണ്ട് കാലങ്ങളിൽ പള്ളിയോഗം എന്ന പേരിൽ നടപടിക്രമങ്ങൾ തിരുസഭയിലുണ്ടായിരുന്നു. എന്നാൽ അതിനെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന രീതിയിൽ നമ്മുടെ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടതിന് ശേഷം അസംബ്ലികൾ നടത്താറുണ്ട്. അപ്രകാരമുള്ള 5ാമത്തെ അസംബ്ലിയാണ് ഇത്തവണ നടക്കുന്നത്. ആദ്യത്തെ 3 അസംബ്ലികൾ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും, 4ാമത്തെ അസംബ്ലി ഇരിങ്ങാലക്കുട രൂപതയിലുമാണ് നടത്തപ്പെട്ടത്. 5ാമത്തെ അസംബ്ലി ഇവിടെ പാലായിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പാലായിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഡെലഗേറ്റ്സിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അതിനുശേഷം 5 മണിക്കാണ് ആരാധനയോടും അതിനുശേഷം സായാഹ്ന പ്രാർത്ഥനയോടും ജപമാലയോടും കൂടെ നമ്മുടെ അസംബ്ലിയുടെ സമ്മേളനം ആരംഭിച്ചത്. അതിനുശേഷം അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെക്കുറിച്ച് അസംബ്ലിയുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോജി കല്ലിങ്കലച്ചൻ വിവരിച്ചു. അതിനുശേഷം മുൻ അസംബ്ലികളുടെ റിപ്പോർട്ട് സിനഡിന്റെ സെക്രട്ടറിയായ അഭിവന്ധ്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പിതാവ് നൽകുകയുണ്ടായി. അതിനുശേഷം സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ധ്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് ആമുഖ സന്ദേശം നൽകി. ആമുഖ സന്ദേശത്തിന് ശേഷമാണ് ഇന്നലെ അത്താഴത്തിന് വേണ്ടി പിരിഞ്ഞത്. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ലോകത്തിലെ പലയിടങ്ങളിൽ നിന്നായിട്ടാണ് സീറോ മലബാർ വിശ്വാസികളുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയുള്ള സമയമായിരുന്നു. അതിനുശേഷം ഇന്നലെ 10 മണിയോടുകൂടെ നമ്മുടെ സമ്മേളനം അവസാനിച്ചു. ഇന്ന് രാവിലെ പ്രധാനമായും നമുക്ക് 6 മണിക്ക് പ്രഭാത പ്രാർത്ഥന, അതിനുശേഷം വിശുദ്ധ കുർബാന അർപ്പണം ഉണ്ടായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ധ്യ റാഫേൽ തട്ടിൽ പിതാവാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കുർബാനയ്ക്കിടയ്ക്ക് പിതാവ് മനോഹരമായ ഒരു സന്ദേശം നൽകുകയുണ്ടായി. സുവിശേഷ സന്ദേശമാണ് തന്നത്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കാൻ കാരണമായതെന്ന് ചോദിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ കാര്യം, എല്ലാം കൊടുത്തിട്ടും ഇനിയും ഞാൻ എന്തു കൊടുക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ഫ്രാൻസിസ്കൻ ആത്മീയത, ഫ്രാൻസിസ് അസീസിയെ നയിച്ചിരുന്ന ആത്മീയതയാണ്, അതാണ് എന്നെ ഈ പേരെടുക്കാൻ വേണ്ടി പ്രചോദിപ്പിച്ചത് എന്ന് തട്ടിൽ പിതാവ് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യം, നമുക്ക് എപ്പോഴാണ് സംതൃപ്തി വരുന്നേ? ഞാൻ എല്ലാം കൊടുത്ത് എനിക്കിനി ഒന്നും കൊടുക്കാനില്ല എന്ന ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ മാത്രമേ മനുഷ്യൻ തൃപ്തനാകുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ലോകത്തിൻ്റെ ചിന്ത അതല്ലല്ലോ. എനിക്ക് എത്രമാത്രം നേടിയെടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ തൃപ്തി എന്ന് വിചാരിക്കുന്ന സമ്പത്ത് കൂടുമ്പം, അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ കൂടുമ്പം, പേരും പ്രശസ്തിയും കൂടുമ്പോഴാണെന്നൊക്കെയാണ് കരുതുന്നത്. എന്നാൽ അതല്ല, മറിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായും തൃപ്തി വരുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അതുവഴിയായിട്ട് നൽകുന്നുണ്ട്. ഇപ്രകാരം ഒരു സന്ദേശത്തിലൂടെ ഡെലഗേറ്റ്സിനോട്, പ്രതിനിധികളോട് പിതാവ് പറഞ്ഞ കാര്യം ഇതാണ്, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പൂർണ്ണമായ ആത്മസമർപ്പണത്തോടുകൂടെ ഈ അസംബ്ലിയിൽ പങ്കെടുക്കണം. ഇതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഉടനെ തന്നെ ഉദ്ഘാടന സമ്മേളനമാണ്. അഭിവന്ധ്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ വത്തിക്കാൻ പ്രതിനിധിയായിട്ട് ഇന്ത്യയിലുള്ള മാർപ്പാപ്പയുടെ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് അഭിവന്ധ്യ ലിയോപോൾഡോ ജെറേലി പിതാവാണ് ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനും അതുപോലെ തന്നെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും ആശംസാ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ അസംബ്ലി നടക്കുന്ന ഇടമെന്ന രീതിയിൽ പാലാ രൂപതയുടെ മെത്രാൻ അഭിവന്ധ്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നത്. അതുപോലെ പാലാ രൂപതയുടെ മുഖ്യ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലച്ചനായിരിക്കും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. അതിനുശേഷം നമ്മൾ 3 വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം ചർച്ചയ്ക്കെടുക്കും. അത് വിശ്വാസ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാലോചിതമായി എങ്ങനെയാണ് സീറോ മലബാർ സഭയെ, വിശ്വാസികളെ നവീകരിക്കേണ്ടതെന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഒന്നാമത്തെ വിഷയം ചർച്ചയ്ക്കെടുക്കും. 4 പേര് അതിൻ്റെ പേപ്പറുകൾ അവതരിപ്പിക്കും. അതിനുശേഷം ഓപ്പൺ ഫോറത്തിൽ ഡെലഗേറ്റുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ ഉന്നയിക്കാനും ക്ലാരിഫിക്കേഷൻസ് തേടാനുമുള്ള സമയമുണ്ട്. അതിനുശേഷം തുടർന്നുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് 2ഉം 3ഉം വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. സുവിശേഷവത്കരണത്തിൽ അൽമായരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും അതിനുശേഷം വരുന്നത് പ്രധാനമായും സീറോ മലബാർ സമുദായ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇതാണ് ഇന്നും നാളെയുമായിട്ടുള്ള ചർച്ചാ വിഷയങ്ങളായിട്ട് വരിക. എല്ലാവർക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയവും ഉണ്ടായിരിക്കും. ഈ വിശ്വാസികളുടെ ഒരു പ്രതികരണം, പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും എല്ലാവരും ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഒത്തുചേരുന്നു, അതും 8 വർഷത്തിന് ശേഷം, അത് എത്രത്തോളം ഉണ്ട്? എല്ലാ രൂപതകളും എല്ലാവരും ഒരുമിച്ച് പ്രതിനിധികളൊക്കെ ചേർന്ന് ഇന്നലെ ഒരു പരിചയപ്പെടുന്ന സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു.
ഇതൊരു തീർച്ചയായും വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമാണ്. കാരണം 348 പ്രതിനിധികളാണ് പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടെ ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സീറോ മലബാർ സഭ ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഓറിയന്റൽ കോൺഗ്രിഗേഷൻസിന്റെ രണ്ടാമത്തെ സഭയാണ് അംഗസംഖ്യ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയും ഒത്തിരിയേറെ അംഗങ്ങളുള്ള ഈ സഭയിൽ എല്ലാവരും ഒരുമിച്ച് വിളിച്ചുകൂട്ടി അസംബ്ലി നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ടാണ് പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി ഇത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 80 വയസ്സിൽ താഴെ പ്രായമുള്ള 50 പിതാക്കന്മാരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 146 അൽമായ വിശ്വാസികളുടെ പ്രതിനിധികളുണ്ട്, 108 വൈദികരുണ്ട്, 37 സമർപ്പിത സഹോദരിമാരുണ്ട്, 7 ബ്രദേഴ്സുണ്ട്. ഇപ്രകാരമാണ് ക്രമീകരണങ്ങൾ നടത്തപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് വരുമ്പോൾ തീർച്ചയായും ഉണ്ടാകാവുന്ന സന്തോഷം അത് കൂടിച്ചേരേണ്ട സന്തോഷമാണ്. ലെറ്റ് us സെലിബ്രേറ്റ് ടുഗെദർ എന്നുള്ള ഒരു ആശയം തീർച്ചയായും നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്നതാണ്. ഇത്രയേറെ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും വിശ്വാസികളെയും ഒരുമിച്ച് കണ്ട് സംസാരിക്കാനും കേൾക്കാനും വേണ്ടി സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നതിനേക്കാൾ ഉപരി കേൾക്കുക എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. കേൾക്കാൻ തയ്യാറാകുകയാണ്.